അഗ്രിനെക്സ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട്. കൃഷി ഭൂമിയിടങ്ങളെ പരിചയപ്പെടുത്തുന്ന വിളനിലം എന്ന സെഗ്മെൻറ്റ് നമുക്ക് കാണാനുണ്ട്. അതുപോലെ തന്നെ കൃഷിയെ സപ്പോർട്ട് ചെയ്യുന്ന അതല്ലെങ്കിൽ വിത്തുകൾ അല്ലെങ്കിൽ യന്ത്രസാമഗ്രികൾ പോലെയുള്ള ഷോപ്പുകളെ പരിചയപ്പെടുത്തുന്ന കമ്പോളം എന്ന സെഗ്മെൻറ്റ് നമുക്ക് കാണാനുണ്ട്. അതുപോലെ തന്നെ കൃഷിയെ സംബന്ധമായ ലോണുകളെക്കുറിച്ച് പറയുന്ന അറിയാം വളരാം എന്ന സെഗ്മെൻറ്റും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലുണ്ട്. ഓരോന്നായി കാണാം. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് വിളനിലമാണ്. ഈ സെഗ്മെൻറ്റിലൂടെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എരൂരിനടുത്തുള്ള സുവർണ്ണ നഗറിലെ ഒരു വിളനിലമാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതിൻ്റെ കൃഷിയൊക്കെ ചെയ്യുന്ന ചേട്ടനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ പേര് പോൾ വർഗീസ്. ഇത് തൃപ്പൂണിത്തുറ കൃഷിഭവൻ്റെ കീഴിൽപ്പെട്ട എരൂർ എന്ന സ്ഥലമാണ്. ഇവിടെ ഞാനിത് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നതാണ്. 50 സെൻറ്റ് സ്ഥലമുണ്ട്, പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നതാണ്. ഇവിടുത്തെ വിളകൾ പറഞ്ഞാൽ ഇവിടെ എല്ലാത്തരം പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് കുറഞ്ഞ അളവിലായാലും എല്ലാം നമുക്ക് ഉപയോഗിക്കാം, അതുപോലെ ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിലവിൽ കൃഷി ചെയ്തിരിക്കുന്നത് പന്തലിൽ പടരുന്ന ഇനങ്ങളായിട്ടുള്ള പീച്ചിലുണ്ട്, പാവലുണ്ട്, പടവലമുണ്ട്, പയറുണ്ട്, അതുപോലെ നിലത്തുകൂടി പടരുന്ന കുമ്പളമുണ്ട്, മത്തനുണ്ട്, കുക്കുംബർ, സാലഡ് കുക്കുംബറുണ്ട്, അതുപോലെ തണ്ണിമത്തനുണ്ട്, പിന്നെ അതുപോലെ മരച്ചീനി അഥവാ കപ്പ ഉണ്ട്, അതുപോലെ മറ്റ് പച്ചക്കറികൾ മുളക് ഉണ്ട്, വഴുതന, തക്കാളി. മുളകിൽ തന്നെ 2-3 ഇനങ്ങളുണ്ട്. ഭാസ്കര എന്നുള്ള ഇനമുണ്ട്, ബജ്ജി മുളകുണ്ട്, ബുള്ളറ്റ് മുളകുണ്ട്, പിന്നെ സിറ മുളകുണ്ട്, അങ്ങനെ പലതരം മുളകുകളുണ്ട്. അതുപോലെ കൊത്തമരയും കൃഷി ചെയ്തിട്ടുണ്ട്. ഞാൻ തനിയാണ് കൂടുതലും കൃഷിപ്പണികൾ ചെയ്യുക. അത്യാവശ്യം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മറ്റ് പണിക്കാരെ ഒരു ഫുൾ ഡേ ഒക്കെ ഏർപ്പെടുത്താറുണ്ട്. സാധാരണ ഇതിൽ ഒരു രാവിലെ 2 മണിക്കൂറെങ്കിലും ഈ തോട്ടത്തിൽ ചിലവഴിക്കും. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് പ്രധാനമായിട്ടും നനയ്ക്കുക എന്നുള്ളതാണ്. നനയ്ക്കുക, കുറച്ച് പുല്ലൊക്കെ പറിക്കുക, കായകൾ പൊതിഞ്ഞിടുക, പന്തൽ കായകളിൽ വള്ളികളൊക്കെ പന്തലിൽ കയറാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കി ഇടുക എന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ നമ്മൾ ഇടയ്ക്ക് ജൈവവളങ്ങൾ ചുവട്ടിൽ കൊടുക്കും. അതുപോലെ ഇലയിൽ തളിക്കാവുന്ന വളങ്ങൾ ഇലയിൽ തളിക്കും. ആഴ്ചയിലൊരിക്കൽ ആഗ്രോ പ്ലസ് എന്ന് പറയുന്ന ഒരു കീടനാശിനി, ജൈവ കീടനാശിനിയാണ്, അത് സ്പ്രേ ചെയ്യുന്നുണ്ട്. അത് കീടങ്ങളുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ നമ്മളത് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. കാരണം കീടങ്ങൾ പലതും നമ്മൾ കാണാത്ത കീടങ്ങളാണ്. ഈ കാണാത്ത കീടങ്ങൾ നമുക്ക് കീടങ്ങളുണ്ടെന്നുള്ള വിചാരിച്ച് തന്നെ നമ്മളത് സ്പ്രേ ചെയ്യുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാത്ത കീടങ്ങളെല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കും. നമ്മൾ പച്ചക്കറി നട്ടാൽ തൈ ഏതാണ്ട് ഒരു 3 ആഴ്ച പ്രായമുള്ള തൈയാണ് നമ്മൾ നടുന്നത്. തൈ നട്ട് കഴിഞ്ഞാൽ 40 ദിവസം മുതൽ വിളവെടുക്കാം. ഇതിപ്പോൾ ഡിസംബർ 31-ാം തീയതി നട്ട തൈകളാണിത്. ഞാൻ കഴിഞ്ഞ ആഴ്ച മുതൽ വിളവെടുപ്പ് തുടങ്ങിയത്. ഇനി വിളവെടുക്കുന്നത് ഒരു ചെടിയിൽ നിന്ന്, ഇപ്പോൾ ഒരു തക്കാളിയിൽ നിന്നൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വിളവ് ലഭിക്കുകയാണെങ്കിൽ ഒരു 2-2.5 കിലോ തക്കാളിയൊക്കെ ഒരു തക്കാളി ചെടിയിൽ നിന്നും പറിക്കാൻ പറ്റും. മുളകൊക്കെ ആണെങ്കിൽ ഒരു 300 മുതൽ 500 ഗ്രാം വരെയൊക്കെ ഒരു ചെടിയിൽ നിന്നും നമുക്ക് ലഭിക്കാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ അങ്ങനെ തന്നെ നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. എങ്കിലും വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഹൈടെക് ഫാമൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ഈൽഡ് കിട്ടും. കാരണം അതിനകത്ത് പണികൾ, ഹ്യൂമൻ ലേബർ വളരെ കുറവാണ്. കാരണം കള പറിക്കേണ്ട ആവശ്യം വരുന്നില്ല, മൾച്ചി ഷീറ്റ് അതുപോലെയുള്ളതൊക്കെ ഉപയോഗിക്കും. അതുപോലെ ഹൈടെക് രീതിയിലൊക്കെ വളർത്തി കഴിഞ്ഞാൽ അതും ഒത്തിരി സ്ഥലമെടുത്ത് കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെ രീതിയിലുള്ള ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ലാഭമല്ല, മാനസികമായൊരു സന്തോഷം, നല്ല ആരോഗ്യം, ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ലാഭം എന്ന് പറയുന്നത്. സാധാരണ ഹൊറിസോണ്ടൽ രീതിയിലുള്ള പന്തലാണ് ആളുകൾ പലരും ഉപയോഗിക്കാറ്. ഞാനിത് വെർട്ടിക്കലാണ് ഉപയോഗിക്കുന്നത്. അത് കുറച്ചുകൂടി പ്രായോഗികമായിട്ട് തോന്നിയതുകൊണ്ടാണ്. കാരണം നമുക്ക് ഇതിൻ്റെ
ഉള്ളിൽ കൂടെ നടക്കാൻ എളുപ്പമാണ്. ഹൊറിസോണ്ടലായിട്ടൊരു പന്തലാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് തൂങ്ങിപ്പോകാൻ നമുക്ക് കുനിഞ്ഞ് നടക്കേണ്ടി വരും. അതുപോലെ നമുക്ക് ഇതിൻ്റെ എല്ലാ ഇലകളും എല്ലാ കായകളും കാണാൻ പറ്റും. ഹൊറിസോണ്ടലായിട്ടുള്ള പന്തലിൽ ഇലയുടെ മുകൾ ഭാഗം കാണാൻ പറ്റില്ല. എന്തെങ്കിലും തരത്തിലുള്ള കീടങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവിടെ ശ്രദ്ധയപ്പെടില്ല. ഇത് നമ്മൾ രണ്ട് വശത്തൂടെ നടക്കുമ്പോൾ കീടങ്ങളുണ്ടെങ്കിൽ കീടങ്ങൾ ശ്രദ്ധയപ്പെടും. അതുപോലെ ഇലയ്ക്ക് കേടുണ്ടെങ്കിൽ ശ്രദ്ധയപ്പെടും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മണ്ടരി ബാധിച്ചിരിക്കുന്ന ഇലയാണ്. ഇത് ചിത്രകീടമാണ്. മറ്റേ ഈ മഞ്ഞ കളർ വന്നിരിക്കുന്നത് യെല്ലോ മൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കീടത്തിൻ്റെ അറ്റാക്ക് കൊണ്ടാണ് ഇല ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇപ്പോൾ കീടമെല്ലാം പോയി കേട്ടോ. നമ്മളിവിടെ പല ഇനത്തിലുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഞായറാഴ്ചകളിൽ നാട്ടുനന്മ എന്ന പേരിൽ കാക്കനാട് ഞങ്ങളുടെ ഒരു കർഷക കൂട്ടായ്മ വിപണി നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ആളുകൾക്ക് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ആക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്ഥലത്ത് വിവിധങ്ങളായ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത്. കായ്ച്ചകളെ കെണി വെച്ച് പിടിക്കുന്ന രീതിയുണ്ട്. ഫിറോമോൺ ട്രാപ്പ് എന്ന് പറയും. ഇതിനകത്ത് ഒരു ഫിറോമോൺ കാണാം. അതിൽ ആകർഷിച്ചിട്ട് ഈച്ചകൾ വരും. നമ്മളിതിനകത്ത് സോപ്പ് വെള്ളം കലക്കി വെച്ചിരിക്കുകയാണ്. ഇത് സാലഡ് കുക്കുംബർ, പച്ചയ്ക്ക് ഇടാവുന്ന ഒരു കുക്കുംബറാണ്. നമ്മൾ ചെടികൾക്ക് pH നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ കുമ്മായ അല്ലെങ്കിൽ ഡോളമേറ്റ് ഉപയോഗിക്കും. അതുപോലെ മനുഷ്യ ശരീരത്തിലെ pH നിയന്ത്രിക്കാനായിട്ട് ഈ കുക്കുംബർ, വെള്ളരി വർഗ്ഗ വിളകൾ നല്ലതാണ്. അതിലേറ്റവും നല്ലൊരു സാധനമാണ് ഈ സാലഡ് കുക്കുംബർ എന്ന് പറയുന്നത്. നമ്മുടെ ഭക്ഷണത്തിൽ അനിവാര്യമായ ഒരു ഘടകമാണ്. നമ്മളിത് ചെടികളെല്ലാം തന്നെ നടുന്നത് ആദ്യമേ തന്നെ കുമ്മായമിട്ട് മണ്ണൊരുക്കിയിട്ടാണ്. കുമ്മായമിട്ട് മണ്ണൊരുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മണ്ണിൽ pH ഉയരാൻ വേണ്ടിയാണ്. pH ഒരു 6.5 എങ്കിലും ഉണ്ടെങ്കിലാണ് നല്ല രീതിയിൽ വിളവ് കിട്ടുകയുള്ളൂ. മുളകിൽ ഇതിന് പല വെറൈറ്റി ഉണ്ട്. ഇതിന് സിറ എന്ന പറയുന്ന പച്ചമുളക് കൂടുതൽ പോപ്പുലറായിട്ടുള്ള ഒരു മുളകാണ്. നീളമുള്ള മുളക്, താരതമ്യേന എരിവ് കുറവാണ്. നമ്മളിതിന് ജൈവ രീതിയിലുള്ള കീടനാശിനികളാണ് പ്രയോഗിക്കുക. ആഗ്രോ പ്ലസ് എന്ന് പറയുന്ന ഒരു കീടനാശിനി ലഭിക്കുന്നുണ്ട്. അത് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്. അത് ഉപയോഗിക്കും. അതുപോലെ തന്നെ പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ സ്യൂഡോമോണസ്, പെർട്ടിസിലിയം, ബിവേറിയ അങ്ങനെയുള്ള മിത്രകുമിളുകളുള്ള കീടനാശിനി എന്ന് പറയാൻ പറ്റില്ല, മിത്രകുമിളുകളാണ്. ആ മിത്രകുമിളുകളെ നമ്മൾ ചെടിയിൽ സ്പ്രേ ചെയ്യുമ്പോൾ അവരവിടെ ഒരു ഡിഫൻസ് ഉണ്ടാക്കുകയാണ്. മറ്റ് കീടങ്ങൾ, ബാക്ടീരിയ ഒക്കെ വരുമ്പോൾ അവരെ നശിപ്പിക്കുന്നു, അവരുടെ സെല്ലിൽ ആക്ട് ചെയ്ത് നശിപ്പിക്കുന്നു. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ബുള്ളറ്റ് മുളക്. നീളം കുറവാണ്, വെടിയുണ്ടയുടെ ഷേപ്പിലിരിക്കുന്നു. ഇത് ചില സ്ഥലങ്ങളിൽ ഗുണ്ടുമുളകെന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഈ തക്കാളി ചെടി നട്ടിട്ട് ഏകദേശം 1.5 മാസം ആയിട്ടില്ല. അപ്പോൾ നമുക്കത് ഉണ്ടാവും, കായ്കളായി. ഇത് അകത്തിച്ചീരയാണ്. ഇതിൻ്റെ ഇലയും പൂവും ഭക്ഷ്യയോഗ്യമാണ്. ഇത് ഒത്തിരി രോഗപ്രതിരോധ ശേഷി നൽകുന്നു. അതുപോലെ തൈറോയിഡ് പോലുള്ള ചില രോഗങ്ങൾക്ക് മരുന്ന് പോലെ ഉപയോഗിക്കാവുന്ന ഒരു പച്ചക്കറിയാണ്. ഇനി ഈ പച്ചക്കറികളുടെ എല്ലാം കൃഷി രീതി എന്ന് പറയുന്നത്, നമ്മൾ കുമ്മായമിട്ട് മണ്ണൊരുക്കും. കുമ്മായമിട്ടുന്നത് മണ്ണിൻ്റെ pH ഉയരാൻ വേണ്ടി, അതുപോലെ മണ്ണിൽ കാൽസ്യം കിട്ടാൻ വേണ്ടി. കുമ്മായമിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വളം ചേർക്കുന്നത്. കാരണം കുമ്മായമിട്ട് മണ്ണിൽ അതിൻ്റെ ഒരു കെമിക്കൽ ആക്ഷൻ നടന്നതിന് ശേഷം വളമിട്ടാലാണ് കൂടുതൽ ഫലപ്രദം. അങ്ങനെ അടിവളമിട്ട് നമ്മൾ ചെടി നട്ടിട്ട് 2 ആഴ്ചയിലൊരിക്കൽ നമ്മൾ വളങ്ങൾ ചേർക്കും. ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ നൈട്രജനും ഫോസ്ഫറസും കിട്ടുന്ന രീതിയിലുള്ള രാജ്ഫോസ്, അതുപോലെ ചാണകം അല്ലെങ്കിൽ കോഴിക്കാട്ടം, ആട്ടിൻകാട്ടം പോലെയുള്ള വളങ്ങളാണ് തുടക്കത്തിൽ കൊടുക്കുന്നത്. ഇതെല്ലാം ജൈവവളങ്ങളാണ്. രാജ്ഫോസ് എന്ന് പറഞ്ഞാൽ ഒരു പാർപ്പടിയാണ്, സൂപ്പർ ഫോസ്ഫേറ്റും എന്നും പറയാറുണ്ട്. അപ്പോൾ അതാണ് ആദ്യമേ ചേർക്കുക. ഈ ചെടിയുടെ തുടക്കത്തിൽ വേരുകളുടെ വളർച്ച, കായിക വളർച്ചയാണ് വേണ്ടത്. അതിനാണ് നൈട്രജനും ഫോസ്ഫറസും കൊടുക്കുന്നത്. കൂടുതൽ പുഷ്പിക്കുന്ന സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും പൊട്ടാസ്യം കിട്ടുന്ന മൂലകങ്ങൾ കൂടുതൽ, അതിന് ഓർഗാനിക് പൊട്ടാഷ്യം ഉണ്ട്. അത് സ്പ്രേ ചെയ്യുന്ന ഉള്ള രീതിയിലുള്ളതുണ്ട്. അതുപോലെ നമുക്ക്
കടലപ്പിണ്ണാക്ക് അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് നട്ട് കേക്ക്, അത് 4 ദിവസം പുളിപ്പിച്ച് സ്ലറിയായിട്ട് ഉപയോഗിക്കാം. അത് തനിയെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ചാണകവും വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടി ചേർത്ത് സ്ലറി രൂപത്തിലാക്കിയിട്ട് നേർപ്പിച്ച് ചുവട്ടിലൊഴിക്കാം. അതിൽ ഓർഗാനിക്കായിട്ടുള്ള മൂലകങ്ങളെല്ലാം, അതായത് പൊട്ടാഷ്, അതുപോലെ നാനോ യൂറിയ അങ്ങനെയുള്ള ഇലയിൽ തളിക്കാവുന്ന വളങ്ങളും ലഭിക്കും. അത് നമുക്ക് ഇലയിൽ സ്പ്രേ ചെയ്യാം. അതുപോലെ 2 ആഴ്ചയിലൊരിക്കൽ മൈക്രോ ന്യൂട്രിയൻസ്, നമുക്ക് ചെടിക്ക് ആവശ്യമുള്ളത് ഏതാണ്ട് 17 മൂലകങ്ങൾ ചെടിക്ക് ആവശ്യമുണ്ട്. അതിനെ 3 സെക്ഷനായിട്ട് തിരിക്കുക. അതായത് പ്രൈമറി മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ ചെടിക്ക് കൂടുതൽ അളവിൽ കിട്ടേണ്ട മൂലകങ്ങളാണ്. അത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, അതുപോലെ തന്നെ ഓക്സിജനും ഹൈഡ്രജനും കാർബണും. ഓക്സിജനും ഹൈഡ്രജനും കാർബണും പ്രകൃതിയിൽ സുലഭമായിട്ടുള്ളതുകൊണ്ട് അത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നൈട്രജനും പൊട്ടാഷും ഫോസ്ഫറസും നമ്മൾ കൊടുക്കേണ്ടതായി വരും, അത് കൂടുതൽ അളവിൽ. അതാണ് പ്രൈമറി മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഈ സെക്കൻഡറി മൂലകങ്ങൾ എന്ന് പറയുന്നത് കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, ഇതാണ് സെക്കൻഡറി മൂലകങ്ങൾ. അത് അത്രയും അളവിൽ വേണ്ടെങ്കിലും കുറച്ച് അളവിൽ വേണ്ടി വരും. പിന്നെ വളരെ നേരിയ തോതിൽ വേണ്ട മൂലകങ്ങളാണ് ബോറോൺ, സിങ്ക്, അലുമിനിയം, മോളിബിഡിയം, അങ്ങനെയുള്ള കുറച്ച് മൂലകങ്ങളുണ്ട്. അപ്പോൾ അത് വളരെ കുറച്ച് അളവിൽ മതി. പക്ഷേ അതിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ പ്രൈമറി സെക്കൻഡറി മൂലകങ്ങൾക്ക് ആക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ചിലപ്പോൾ ഇലകളിലൊക്കെ കളർ വ്യത്യാസം കാണും. ചിലപ്പോൾ ഈ ഇലകളുടെ ഞരമ്പ് മാത്രം പച്ച നിറത്തിലും ബാക്കിയെല്ലാം വെള്ള നിറത്തിലൊക്കെ വരും. അതുപോലെ ഈ ഡാർക്ക് ഗ്രീൻ മാറിയിട്ട് വളരെ ലൈറ്റ് ഗ്രീനായിട്ട് വിളറിയ മാതിരിയൊക്കെ വരും. അതൊക്കെ ഈ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അങ്ങനെ വന്നാൽ വിളവിനെ അത് ബാധിക്കും. അതുപോലെ തക്കാളി ഇപ്പോൾ നമ്മൾ ഇത് വിരിഞ്ഞ് വരികയാണ്. ഇവിടെ ചിലപ്പോൾ ഒരു കറുത്ത സ്പോട്ട് കാണും. അത് അങ്ങനെ കറുത്ത് നിറത്തിൽ ഒരു വലയം പോലെ ഇവിടെ ഇങ്ങനെ വരും. അത് കേടായി പോവുകയും ചെയ്യും. അത് സാധാരണ ഇതിൽ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ്. അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചുവട്ടിൽ നമ്മൾ കുമ്മായം ചേർക്കുക, അല്ലെങ്കിൽ കാൽസ്യം കിട്ടുന്ന എന്തെങ്കിലും സ്പ്രേ ചെയ്യാവുന്ന രീതിയിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനും പറ്റും. അപ്പോൾ കാൽസ്യം നൈട്രേറ്റ്, അത് കെമിക്കലാണ്. കാൽസ്യം നൈട്രേറ്റ് വേണമെങ്കിൽ ഓർഗാനിക് കൃഷി ഉദ്ദേശിക്കാത്തവർക്കാണെങ്കിൽ കാൽസ്യം നൈട്രേറ്റ് സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ ചുവട്ടിൽ കുമ്മായം ഇട്ട് കൊടുക്കുക. അത് ഇടയ്ക്ക് ഈ കായ്കൾ പരിശോധിക്കണം. കാരണം ഇത് നമ്മൾ ചുവട്ടിലിട്ടാൽ ചെടിയിലേക്ക് കയറി വരാൻ സമയമെടുക്കും. അപ്പോൾ ഇത് കായ എന്തെങ്കിലും തരത്തിൽ ചെറിയൊരു സ്പോട്ട് കാണുമ്പോഴത്തേക്കും അങ്ങനെ ഉണ്ടെങ്കിൽ കാൽസ്യം കൊടുക്കണം. വിളനിലത്തിലൂടെ ഇത്തവണ നമ്മൾ പരിചയപ്പെട്ടത് പോളേട്ടൻ്റെ കൃഷിയിടമാണ്. അദ്ദേഹം നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ വിളനിലത്തിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റിൽ മറ്റൊരു കൃഷിയിടവുമായി നമുക്ക് വീണ്ടും കാണാം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.